അപ്പം ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്കറിയാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ തന്നെ എല്ലാവരും കാണണം, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കണമെന്ന് ഒരു ഫിലിം മേക്കർ വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, പുള്ളിക്കാരൻ എന്നെ വെച്ച് ഫോട്ടോ എടുക്കാൻ എൻ്റെ തോളത്ത് കൈയിടാൻ വന്നപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്കറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി മാറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര അൺപ്ലസൻറ്റും അൺകംഫർട്ടബിളും ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആദ്യം തൊട്ടേ ചെയ്തത് തൊട്ടേ നമുക്ക് അത്ര നമ്മൾ ആരും എന്താ പറയുക കംഫർട്ടബിൾ ആയിരുന്നില്ല ചെയ്തതിൽ. അപ്പോൾ പിന്നെ വരുമ്പോഴും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, വീണ്ടും കൈ തരാൻ വരുമ്പോൾ. അപ്പോൾ അത് മൊത്തത്തിൽ അതൊരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ഈ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാവുന്നത്, നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു. എന്താണ് ഈ സമൂഹം നന്നാകാത്തത്? അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് പറയുന്നത്? അഭിപ്രായം പറയാമല്ലോ. അത് ഓരോരുത്തരുടെ ഇത് മാനസികാവസ്ഥ പോലെ ഇരിക്കും. നന്നാവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് നന്നാവാം, അല്ലാത്തവർ അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന്. അപർണയ്ക്ക് പരാതിയായിട്ട് വന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ വേറെ പരാതിയാണ്. ഇപ്പോൾ ലോ കോളേജാണ്, അവർക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ അവരത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക നടപടി എനിക്ക് ഞാൻ നോക്കിയിട്ട് തൃപ്തികരമായിരുന്നു. കാരണം ലോ കോളേജിൽ അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ റെസ്പെക്ട് ദ കോളേജ് അതോറിറ്റീസ് ഡിസിഷൻ. അവിടെയുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസും അപ്പോളജൈസ് ചെയ്തു. അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ എന്താ പറയുക സ്റ്റെപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ചവിടുന്ന് വരുമ്പോൾ വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കോളേജിൻ്റെ അതോറിറ്റീസ് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. കോളേജിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ അഡ്വക്കേറ്റ് മുകുന്ദനോട് ഇടവേള ബാബു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ആ ചിത്രത്തിന് ആരാണ് സെൻസർ കൊടുത്തത്, ഈ നടി എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ കണ്ട പ്രേക്ഷകർക്ക് പോലും ഇത് അത്തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരുടെ ചിന്തയെ തന്നെ ഒന്നും കൂടെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഒരു ചിത്രത്തിന്റെ ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണല്ലോ ആ സംസാരം. അതിനെങ്ങനെയാണ് നോക്കിയത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തരും സിനിമയെ ഓരോ തരത്തിലാണ് കാണുന്നത്. വളരെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെക്കുറിച്ച് ഓരോരുത്തർക്കും ഉള്ളത്. അത് നല്ലതോ ചീത്തയോ എന്തായാലും അതിനെ എങ്ങനെ വേണം സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പം എൻ്റെ സിനിമയെ ഇങ്ങനെ തന്നെ എല്ലാവരും കാണണം, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കണമെന്ന് ഒരു ഫിലിം മേക്കർ വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സിനിമ കണ്ടിട്ട് അവരെ അതെങ്ങനെ സ്വാധീനിച്ചു എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തിപരമാണത് എല്ലാവർക്കും. അപ്പം ബാബുചേട്ടന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ചിത്രം IFFKയിൽ സ്ക്രീൻ ചെയ്തപ്പം യഥാർത്ഥത്തിൽ ആ ചിത്രം കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മളൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പീപ്പിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയം ഇവിടുത്തെ പ്രേക്ഷകർ പട്ടിയോട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ചിത്രം തിയേറ്ററിൽ വന്ന ആരൊക്കെയാണ് കാണാൻ കയറുക, ഇത്തരത്തിൽ കാണാൻ നിൽക്കുന്ന ഒരു ആസ്വാദനം കൊണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആളുകളെ പുച്ഛിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംസാരമൊക്കെ ഇവിടുത്തെ ഇപ്പൊ രഞ്ജിത്ത് സാർ അടക്കം സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും നാളെ ഇത്തരത്തിലേക്ക് സ്ക്രീൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ സിനിമകൾ കാണാൻ ആളുകൾ വരണം, ആളുകൾ വന്ന് നമ്മുടെ സിനിമ കാണണം തന്നെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു കൃത്യ ഇൻസിഡൻറ്റിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ സിനിമ കാണരുത് എന്നുള്ള ബോധപൂർവമുള്ള ആലോചനകളോ പ്ലാനുകളോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ മുകുന്ദനോട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് വരാവുന്ന റിയാക്ഷൻസിനെ പറ്റി പ്രിപ്പയർഡായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ബാബുചേട്ടൻ എന്നെ നേരിട്ട് വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം അതിലും പറഞ്ഞത്. എനിക്കതിൽ പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവല്ലോ, ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാനും പറ്റണമല്ലോ. നമ്മൾ അപ്രീസിയേഷൻ എത്രത്തോളം സ്വീകരിക്കുന്നോ അത്രത്തോളം തന്നെ ക്രിറ്റിസിസത്തിനെയും നമ്മൾ കാണണമല്ലോ. ഇത് രണ്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്.